ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 77,737 വോട്ടുകൾ നേടിയാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. അതേസമയം LDF സ്ഥാനാർത്ഥി M സ്വരാജ് 66,660 വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 19,760 വോട്ടുകളും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 8,648 വോട്ടുകളും നേടി. നിലമ്പൂരിലെ പരാജയത്തോടെ കേരള നിയമസഭയിലെ LDF അംഗങ്ങളുടെ എണ്ണം 98 ചുരുങ്ങി. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് പിന്നാലെ ആശംസകൾ നേർന്ന് ശശി തരൂർ MP. ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിൽ ICUയിൽ തുടരുകയാണ് അദ്ദേഹം. അതേസമയം ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് CPIM നേതൃത്വം വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, TP രാമകൃഷ്ണൻ എന്നിവർ VSനെ സന്ദർശിച്ചു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA സാമ്പിളുമായാണ് യോജിച്ചത്. രഞ്ജിതയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. സംസ്കാരം നാളെ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. നാളെ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. തുടർന്ന് പത്തനംതിട്ട പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും സംസ്കാരം. അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503ന്റെ ഉള്ളിൽ കയറിയുള്ള അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കപ്പലിൽ തീയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ തെർമൽ ഇമേജിംഗ് ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കപ്പലിൽ നിന്ന് നിലവിൽ തവിട്ട് നിറത്തിലുള്ള പുക മാത്രമാണ് ഉയരുന്നത്. എങ്കിലും ഉള്ളറകളിൽ എവിടെയെങ്കിലും അപകടകരമായ രീതിയിൽ തീയുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുക. പുക വമിക്കുന്ന കപ്പലിനുള്ളിൽ അപകടരഹിതമായി ശ്വസിക്കാൻ സഹായിക്കുന്ന SCBA സെറ്റുകൾ അണിഞ്ഞ ശേഷമാണ് രക്ഷാപ്രവർത്തകർ ഉള്ളിൽ കയറുക. ലഹരി മരുന്ന് കേസിൽ നടൻ ശ്രീകാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈ നൂകമ്പാക്കം പോലീസ് സ്റ്റേഷനിലാണ് താരത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശ്രീകാന്തിനെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ്. ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ AIDMK നേതാവായിരുന്ന പ്രതിയുടെ മൊഴിയെ തുടർന്നാണ് ശ്രീകാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. AIDMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസാദാണ് താരത്തിനെതിരെ മൊഴി നൽകിയത്. ഇൻഡിഗോ എയർലൈൻസ് കമ്പനിയുടെ ട്രെയിനി പൈലറ്റിന് നേരെ ജാതി അധിക്ഷേപം എന്ന് പരാതി. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ട്രെയിനി പൈലറ്റിനോട് മേലുദ്യോഗസ്ഥർ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. നീയൊന്നും വിമാനം പറത്താൻ കൊള്ളില്ല, പോയി ഷൂ തയ്ക്കുക എന്ന് പറഞ്ഞായിരുന്നു മേലുദ്യോഗസ്ഥർ അധിക്ഷേപിച്ചത്. ഇറാന്റെ ഫെർദോ ആണവ കേന്ദ്രത്തിനു നേരെ വീണ്ടും ആക്രമണമെന്ന് ഇറാന്റെ രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFP. എത്ര നാശനഷ്ടമുണ്ടായെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ ഉള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഞായറാഴ്ച പുലർച്ചെയാണ് US ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബിട്ടത്. ഇതേ തുടർന്ന് US കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു.